തണൽ നൽകാൻ കഴിയുന്ന കാലത്തോളം വിലയുണ്ടാകും. അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും. അതിപ്പോൾ മരമായാലും മനുഷ്യനായാലും. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരെക്കുറിച്ച് ചിന്തിച്ചു കളയുന്ന സമയമില്ലേ, അതിൻ്റെ പകുതി മതി ഇപ്പോൾ കൂടെയുള്ളവരുമായിട്ട് സന്തോഷമായിരിക്കാൻ. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നമ്മുടെ മനസ്സ് ഒത്തിരി നോവുമ്പോൾ, കണ്ണൊന്ന് നിറയുമ്പോൾ ആർക്ക് നോവുന്നുവോ അവരാണ് ജീവിതത്തിൽ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. സ്വഭാവമാണ് സൗന്ദര്യത്തേക്കാൾ മികച്ചത്. മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്. എന്നാൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. ചിലപ്പോൾ ഇന്നത്തേക്കാൾ മനോഹരമായിരിക്കും നാളെ. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. മറ്റൊരാളെ എറിയാൻ കയ്യിൽ കനൽ സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടങ്ങൾക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കാൻ ഒരു നിമിഷം മതി. ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി. മനസ്സിലാക്കാൻ ഒരു ദിവസം മതിയാകും. പക്ഷെ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകണമെന്നില്ല. ജീവിതകാലം മുഴുവൻ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് വിട പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഭാഗം. നിങ്ങളുടെ കണ്ണുനീർ, സങ്കടം, വേദന എന്നിവ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ അവർ നിങ്ങളുടെ തെറ്റുകൾ ശ്രദ്ധിക്കും. ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞു തുഴഞ്ഞോളണം. ഇനി മുങ്ങിത്താഴാതിരിക്കൽ നമുക്ക് നമ്മുടെ മാത്രം ആവശ്യമാണ്. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. കരയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. നല്ലൊരു വ്യക്തി ആവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്. പക്ഷെ സ്വന്തം തെറ്റ് കാണുക വിഷമമാണ്. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്.